എന്തുകൊണ്ടാണ് ഹാപ്പി ഫ്രെയിംസ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും മികച്ച കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നിങ്ങൾ വളരെ മനോഹരമായി ഉപയോഗിക്കുന്നു എന്നതാണ്. ബിസിനസ്സുകാർ പൊതുവിൽ ചെയ്യുന്ന കുറച്ച് അബദ്ധങ്ങൾ ഏതൊക്കെയാണ് സാറിനൊന്ന് പറയാം? ഏത് ബിസിനസ്സിലും 5 പ്രധാനമായ കാര്യങ്ങളുണ്ട്. പൊതുവേ നോക്കിക്കോളൂ, ബിസിനസ്സിൽ ഈ 3 കാര്യങ്ങളായിരിക്കും ബിസിനസ്സുകാർ ചെയ്യുക. ഏത് സ്റ്റേജിലാണ് ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റുക? മുകേഷ് അംബാനിക്ക് ഇല്ലാത്ത എന്ത് ദുരഭിമാനമാണ് സുഹൃത്തെ നിനക്ക്. അയാളുടെ സ്ഥാപനം പൂട്ടി. ഒരു എമോഷണൽ അറ്റാച്ച്മെന്റും അതിൽ ഇല്ല എന്നതാണ്. ഞാൻ സാംസങ് ഫ്രിഡ്ജ് വിൽക്കുന്നു, നിങ്ങൾ സാംസങ് ഫ്രിഡ്ജ് വിൽക്കുന്നു, പിന്നെ എന്തിന് ആളുകൾ എൻ്റെ കടയിൽ കയറണം എന്ന ചോദ്യത്തിന് ഉത്തരം, അടുത്ത 10 വർഷത്തിൽ ഹിറ്റാവാൻ ചാൻസ് ഉള്ള കുറച്ച് ബിസിനസ്സുകൾ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് അംബാസിഡർ കാണാതെ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം, കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിയില്ല എന്നതാണ്. നിങ്ങൾക്ക് എനിക്കത് ബാധകമാണ് കേട്ടോ. കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ, ഞാൻ മാറിയില്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ? ചിലരൊക്കെ പറയുന്നത് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യരുതെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാം. സ്വന്തം പൈസ കൊണ്ട് മാത്രമല്ല, നാട്ടുകാരുടെ പൈസ കൊണ്ടും നമുക്ക് ബിസിനസ് ചെയ്യാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം എന്നുള്ളത്. ഇപ്പം വേറെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ, എന്നാലും നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ സാർ ഇതിൽ രണ്ടിൽ ഏതാണ് അനുകൂലിക്കുന്നത്? നിങ്ങൾ ഏതൊന്നിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേ നിങ്ങൾ വളരൂ എന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം ആ ബിസിനസ്സിനെ മനോഹരമാക്കണം. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായ ഒരു മികച്ച സ്ഥാപനമാണെങ്കിൽ മക്കൾ പൊന്നുപോലെ ഏറ്റെടുക്കും. വിൽക്കുന്നവൻ വില പറയുകയും ആ വിലയ്ക്ക് മേടിക്കാൻ ആളുണ്ടാവുകയും ചെയ്താൽ അതാണ് ഏറ്റവും മികച്ച പ്രോഡക്റ്റ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വിൽക്കാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് മേടിക്കാൻ ആളുണ്ടെങ്കിൽ അത് മികച്ച ബിസിനസ്. തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല എൻ്റർപ്രനർ ആവാൻ പറ്റില്ല. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഫ്രെയിംസ്. മൈസെൽഫ് റോസൻ ചാക്കോ. ഇന്ന് നമ്മൾ കുറച്ച് ബിസിനസ് ടോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റാണ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് സമഗ്ര പ്രൈവറ്റ് ലിമിറ്റഡ്. ലെറ്റ്സ് വെൽക്കം മധു ഭാസ്കരൻ ടു ദ ഷോ. വെൽക്കം ടു ദ സാർ. സാറിനെ പറ്റി എൻ്റെ മനസ്സിലെപ്പോഴും വരാമെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മറ്റ് ട്രെയിനേഴ്സിനേക്കാളൊക്കെ ഭയങ്കര ഉപമകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നമുക്ക് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇൻസൈറ്റ് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലേക്ക് തരുന്ന രീതിയിലുള്ള ഉപമകൾ പറയാറുണ്ട്. ഈ ഉപമകൾ സാറ് ശരിക്കും ബുക്സിലൂടെ സാറിന് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ സാറ് സ്വയം ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണോ? ജീവിതത്തിന് ഏറ്റവും നന്നായി നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഇത്ര ഉപമകൾ എളുപ്പമായിട്ട് കിട്ടുമല്ലോ. ഒരു ആശയവിനിമയത്തിൽ ഒരു ആശയം ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ ആശയത്തിന് രൂപമില്ലല്ലോ. അപ്പോൾ ഒരു രൂപമില്ലാത്ത സാധനം ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കതിന് തക്കതായ രൂപമുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് അങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്നത് മനസ്സിലാവും. അപ്പം നമ്മൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് താല്പര്യം, അല്ലേ? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ ആദ്യം ആര് നോക്കും? നമ്മളെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളോട് നമുക്ക് താല്പര്യമുള്ളൂ. അപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടെക്നിക്കാണ്, അത് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് തൊഴിലില്ലായ്മ. അതായത് നമ്മുടെ നാട്ടിൽ ജോലിയില്ല, പുറത്ത് പോകണമെന്ന് ലൈഫ് ഒന്ന് സെറ്റ് ആവാൻ എന്നുള്ള രീതിയിൽ. അപ്പം എപ്പോഴും എല്ലാവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഇപ്പം ആരെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് ഇങ്ങോട്ടൊരു ജോലി കൊണ്ട് തരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കൂടുതൽ ആളുകൾക്ക്. അല്ലാതെ സ്വന്തമായിട്ടൊരു തൊഴിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് യുവാക്കൾക്കും കുറവാണ്, അവരുടെ പേരൻസ് സപ്പോർട്ടീവായിട്ടുള്ള പേരൻസും കുറവാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിന് ചെറിയൊരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ കൂടെ ഇന്നോവേഷൻസ് വരില്ലേ സാർ? അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് പോകാതെ തന്നെ ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻ പറ്റില്ല യുവാക്കൾക്ക്. ഇതേപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ കൂടെ ജോലി ചെയ്തൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു വിദേശത്ത് പോവാണെന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്, ഇവിടെ കണ്ടോ ട്രാഫിക് ജാമിൽ മര്യാദയ്ക്ക് ആളുകൾ ഒരു കാര്യം ചെയ്യില്ല, വേസ്റ്റ് അവിടെ ഇടുന്നു, ഇത് ഭയങ്കര ഒരു ശല്യമല്ലേ, ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല, തോന്നിയ പോലെയാണ് ആളുകൾ ജീവിക്കുന്നത് എന്നൊക്കെ
അവരിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ? കാരണം എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെയല്ലേ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതോ? ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരമാണല്ലോ. അപ്പം പ്രശ്നം എവിടെ കൂടുതലുണ്ടോ അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതല്ലേ അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീനേക്കാൾ കൂടുതൽ അവസരങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ ഓപ്പർച്യൂണിറ്റി കാണാറില്ല. ഈ ലൈഫിൽ 2 വശമുണ്ട്. ഒന്ന് പ്രശ്നങ്ങൾ, 2 ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ കണ്ടാൽ ഓപ്പർച്യൂണിറ്റികൾ കാണില്ല, ഓപ്പർച്യൂണിറ്റികൾ കണ്ടാൽ പ്രശ്നങ്ങൾ കാണില്ല. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്നില്ല. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ബോസ് പറയാണ്, ഇന്ന് അയാൾ ലീവാണ്, ഈ ജോലി കൂടി ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോബ്ലമായിട്ടും കാണാം, അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കാണാം. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക? ഓ, ആ ജോലി കൂടി എനിക്ക് ചെയ്താൽ 2 ഗുണമുണ്ട്. ഒന്ന്, ആ ജോലി എനിക്ക് പഠിക്കാം. 2 പേരുടെ ജോലി ചെയ്യാനുള്ള ശേഷി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ കാണുന്നതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്, ഇല്ലെങ്കിൽ കാണുന്നതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ എപ്പോഴും പറയില്ലേ, റോസാച്ചെടിയിൽ മുള്ളുകളും ഉണ്ട്, റോസാപ്പൂക്കളും ഉണ്ട്. നമ്മളതിനെ റോസാച്ചെടി എന്നാണ് വിളിക്കുക, മുള്ളുചെടി എന്നല്ല വിളിക്കുക. കാരണം നമ്മൾ മുള്ളല്ല കാണുക, റോസാപ്പൂവ കാണുക. ജീവിതം അതുപോലെയാണ്, എല്ലാ സ്ഥലത്തും ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടിട്ട് അതിൻ്റെ സാധ്യതകൾ കാണുന്നവർ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ബിസിനസ് അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രോഫിറ്റ് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ നമ്മൾ ഈ സാലറി കൊടുക്കാൻ പോലും അത് ആ ബിസിനസ്സിൽ നിന്നില്ലാതെ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് കടം വാങ്ങിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു ഇഷ്യൂ വരാൻ കാരണം എന്താണ്? അതായത് ഇത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബിസിനസ് സെറ്റ് ആവാത്തതുകൊണ്ടാണോ? ഇതേപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യും, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബോസ് നമ്മളെ ചീത്ത പറയും. അപ്പോൾ എന്നാൽ പിന്നെ തൻ്റെ ജോലി വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അയലക്കത്ത് ഒരാളൊരു കട തുടങ്ങും, അയാൾ വിജയിച്ചു എന്നറിയുമ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങും. ഇങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങുമ്പോഴാണ് ഒരു പ്രോബ്ലം ഉണ്ടാവുക. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു എൻജിനീയർ ആവാൻ കോളേജിൽ ചെന്നാൽ പോരാ, പഠിക്കണം എന്ന് പറയുന്ന പോലെ ഒരു ബിസിനസ് പഠിച്ച് ചെയ്യേണ്ടതാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് പരാജയപ്പെടുന്നത്, ഇല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസ്സുകളുടെ കഥ എന്താണ്? ചില ആളുകൾ ഭയങ്കരമായി വിജയിച്ചു പോകുന്നു, എന്തുകൊണ്ടാണ് അവരങ്ങനെ വിജയിക്കാൻ കാരണം? അതേപോലെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ് ഒരു പരാജയമായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിസിനസ്സുകാർ പൊതുവെ ചെയ്യുന്ന കുറച്ച് അബദ്ധങ്ങൾ ഏതൊക്കെയാണ് സാറിനെന്ന് പറയാം? പൊതുവേ ബിസിനസ്സുകാർ ഇപ്പോൾ ഏതെങ്കിലും സെയിൽസ് ഫീൽഡിലോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തവർ വന്നിട്ട് ബിസിനസ് തുടങ്ങും. ബിസിനസ്സിൽ 5 കാര്യങ്ങൾ പ്രധാനമാണ്. ഏത് ബിസിനസ്സിലും, നിങ്ങൾ ലോകത്ത് ഏത് ബിസിനസ് നടത്താൻ പോയാലും, ഒരു പെട്ടിക്കട നടത്തിക്കോട്ടെ, ഒരു ഹോട്ടൽ നടത്തിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനമായിക്കോട്ടെ, ഒരു ഫാക്ടറി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റുഡിയോ വെച്ച് ഒരു ചാനൽ നടത്തിക്കോട്ടെ, ഏത് ബിസിനസ്സിലും 5 പ്രധാനമായ കാര്യങ്ങളുണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് എന്ന് പറയും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറെ നമ്മളുണ്ടെന്നും നമ്മൾ മികച്ചവരാണെന്നും അറിയിക്കുക, താല്പര്യം ജനിപ്പിക്കുക എന്നതാണ്. അതാണ് ഒന്നാമത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ചായക്കടയുണ്ട്, ചായ കുടിക്കുന്ന ആളുകൾക്ക് ഈ ചായക്കട ഉണ്ടെന്നും ഇവിടുത്തെ ചായ മികച്ചതാണെന്നും ഒരു താല്പര്യം ജനിപ്പിക്കുക, അതാണ് ഒന്നാമത്തെ മാർക്കറ്റിംഗ്. രണ്ടാമത്തെ എന്താ, അങ്ങനെ താല്പര്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ ബിസിനസിൻ്റെ ഉപഭോക്താവായി മാറ്റുക എന്ന് പറഞ്ഞാൽ സെയിൽ നടത്തി പണം വാങ്ങുക, അതിനെയാണ് സെയിൽസ് എന്ന് പറയുക. 3 എന്താ, ആ സെയിൽസ് വാങ്ങിച്ചു തന്ന ആൾക്ക് അത് പൂർത്തീകരിച്ച് കൊടുക്കണ്ടേ? ചായക്കടയാണെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾക്ക് ഇരിക്കാൻ സൗകര്യം കൊടുക്കണം. ഇതിനെയൊക്കെ ഓപ്പറേഷൻസ് എന്ന് പറയും. പൊതുവേ നോക്കിക്കോളൂ, ബിസിനസ്സിൽ ഈ 3 കാര്യങ്ങളായിരിക്കും ബിസിനസ്സുകാർ ചെയ്യുക. പക്ഷേ ഈ 3 കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ 2 കാര്യങ്ങളുണ്ട്. അത് പൊതുവേ ബഹുഭൂരിപക്ഷം ബിസിനസ്സുകാരും ശ്രദ്ധിക്കാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, 4മത്തതാണ് HR എന്ന് പറയും, ഹ്യൂമൻ റിസോഴ്സസ്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, ആ ചായക്കടയിൽ ആ മുതലാളിയുണ്ട്, കൂടെ 2 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഈ 2 പേർ, ഈ മുതലാളിയും ആത്മാർത്ഥമായി പണിയെടുത്താലേ ആ സ്ഥാപനം മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ജീവനക്കാരെ കൈകാര്യം ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന 4മത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. 5മത്തത് ഫിനാൻസ്. ഇതിൽ സാമ്പത്തികം ഭയങ്കരമായി ഇൻവോൾവ് ആണ്. ചായപ്പൊടി മേടിക്കുന്നൊരു പൈസയുണ്ട്, വെള്ളം കൊണ്ടുവരുന്നൊരു പൈസ. അപ്പോൾ
ഈ ഫിനാൻസ് മാനേജ് ചെയ്യാറുണ്ടോ? ഇത് രണ്ടും ഞാൻ അവസാനം പറഞ്ഞ രണ്ടും HR-ഉം ഫിനാൻസും പൊതുവെ സ്ഥാപനങ്ങൾ നോക്കാറില്ല. ഒരു സ്ഥാപനം നടത്തുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ മാസത്തെ ലാഭം എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്നവർ 90% പേർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവർക്ക് അറിയാൻ പാടില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, നല്ല ആളുകളെ കൂടെ നിർത്താൻ കഴിവില്ലായ്മ, ഇത് രണ്ടും ഒരു ബിസിനസ്സിൻ്റെ പരാജയത്തിലേക്ക് നയിക്കും. അത് നിങ്ങൾ പെട്ടിക്കടയായിക്കോട്ടെ, വലിയ പ്രസ്ഥാനമായിക്കോട്ടെ, ഇത് രണ്ടും നമ്മൾ ചെയ്യില്ല. എന്താ കാരണം എന്നറിയാമോ? ഇത് രണ്ടും കോസ്റ്റ് സെൻറ്റേഴ്സാണ്. അതിന് ചിലവാകും. ഒരു HR മാനേജറെ വെച്ചാൽ ചിലവാണ്, വരവില്ല. ഒരു അക്കൗണ്ടൻറ്റിനെ വെച്ചാൽ അതുകൊണ്ട് ഒരു നേട്ടമില്ല, ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കൗണ്ടൻറ്റിനെ വെക്കില്ല, HR-നെ വെക്കില്ല. പക്ഷെ അത് വളരെ വളരെ പ്രധാനമാണ്. ഏതൊരു ബിസിനസ്സിലും മികച്ച ആളുകൾ ഉണ്ടാവണം, സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ് സാർ? ഇപ്പോൾ ഈ സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആദ്യം വേണ്ട കറക്ഷൻ എന്താണ് സാർ? സാമ്പത്തികം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണം ഈ നിങ്ങൾക്ക് സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോയി എന്ന് കരുതിക്കോളൂ. ഒരു അസ്വസ്ഥതയാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ പറയുക? ഒന്ന് പോയിട്ട് ഞാനൊരു സാധനം എഴുതി തരാം, ഒന്ന് പോയിട്ട് മെഡിക്കൽ ലാബിൽ പോയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് വരാൻ പറയും. നിങ്ങൾ എന്നിട്ട് അവിടെ പോയി ബ്ലഡും അങ്ങനെ പല സാധനവും കൊടുത്തതിന് ശേഷം അവർ നിങ്ങൾക്ക് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് തരും. നിങ്ങൾ ഈ സ്ലിപ്പ് നോക്കിയാൽ നമ്പറുകളായിരിക്കും, ഇല്ലെങ്കിൽ ശതമാനമായിരിക്കും. ഷുഗർ ഇത്ര, പ്രഷർ ഇത്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. നിങ്ങളിത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഇത് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ഇന്ന അസുഖമാണെന്ന് പറയും. ശരിയല്ലേ? ഈ മെഡിക്കൽ ലാബ് റിപ്പോർട്ട് പോലത്തെ ഒരു സാധനമാണ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ. ബഹുഭൂരിപക്ഷം ഓൺട്രപ്രണേഴ്സ് ഇത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ളൊരു ബിസിനസ്സുകാരോട് വെറുതെ ചോദിക്കൂ, നിങ്ങൾ P&L കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കണ്ടിട്ടുണ്ടാവും. ഇയാൾ കൊല്ലത്തിലൊരിക്കൽ അയാളുടെ ഓഡിറ്റർ വന്നിട്ട് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് തരും, ഇയാൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പം ഞാൻ ചോദിക്കും, ബിസിനസ് അയാളുടെയാണോ നിങ്ങളുടെയാണോ? നിങ്ങൾ നോക്കണ്ടേ? എല്ലാ മാസവും നിങ്ങളുടെ P&L നോക്കണ്ടേ? ഈ ബിസിനസ് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ? അപ്പം ഇത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് പിടികിട്ടും. എന്താണെന്നറിയോ? ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തത് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും, പക്ഷേ ക്യാഷ് ഉണ്ടാവില്ല. ക്യാഷ് ഇല്ലെങ്കിൽ എങ്ങനെ ശമ്പളം കൊടുക്കും? അപ്പോൾ എന്താ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ക്യാഷ് ഇല്ലാത്തതിന് കാരണം? നാട്ടുകാർക്ക് ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് സാധനം കൊണ്ട് വിറ്റു, പൈസ കിട്ടിയിട്ടില്ല അല്ലേ? എന്നിട്ട് നമ്മൾ ഇവരോട് ചെന്ന് ഇറക്കും, ആ പൈസ തരാമോ ചിലപ്പോൾ തരില്ല. അപ്പം ഇതെല്ലാം കൃത്യമായി ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് പ്രോബ്ലം ഇല്ല എന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിലൊക്കെ എൻ്റെ സ്ഥാപനത്തിൽ ഫുൾ പേയ്മെൻറ്റ് മേടിക്കാതെ ഒരു കാര്യം ചെയ്യില്ല. അത് നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു ഇതിന് നമ്മൾ 3.5 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുക. ഈ 3.5 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ തുടക്കത്തെ വാങ്ങിക്കും. ക്യാഷിനെ ഓക്സിജൻ എന്നാണ് പറയുക. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നാണ്. പക്ഷേ എല്ലാ ബിസിനസ്സിലും ഇത് ബാധകമല്ല. ചില ബിസിനസ്സിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും, പക്ഷേ ക്രെഡിറ്റ് കൃത്യമായി വാങ്ങണം എന്നാണ്. ഞാൻ നിങ്ങൾക്ക് കടം തന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരികെ കറക്റ്റായിട്ട് വാങ്ങിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും എനിക്ക് ഉണ്ടാവണം, എങ്കിലേ നമ്മൾ ബിസിനസ് ചെയ്യാവൂ. സാർ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തു, ഇപ്പം പലരും പറയുകയാണെങ്കിൽ ആ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല, അതായത് നമ്മൾ മാസങ്ങളായിട്ട് നമ്മൾ അനലൈസ് ചെയ്തു, അതിൽ വലിയ ലാഭമില്ല, സാലറി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളത് ഏത് സ്റ്റേജിലാണ് ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റുക? ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്? എന്നെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു 1 ലക്ഷം രൂപ കടം തരണമെന്ന് പറഞ്ഞു. നല്ല അധ്വാനിയായൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് നമുക്ക് പുണ്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ പൈസ എന്ന് ചോദിച്ചു. ശമ്പളം കൊടുക്കാനാണ്. അയാളുടെ സ്ഥാപനം നടത്തുകയാണ്, 4 ജീവനക്കാരുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാനാണ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 8 കൊല്ലമായി. 8 കൊല്ലമായി നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കടം മേടിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലം അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ലേ സാർ, ഞാൻ രക്ഷപ്പെടും, ഞാൻ ഉയർന്നു വരും എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്ഥാപനം ലാഭകരമാണോ? ഇടയ്ക്ക് ലാഭമാകും, ഇടയ്ക്ക് ലാഭമല്ല എന്ന് പറഞ്ഞു. 8 കൊല്ലമായി കൺസിസ്റ്റൻ്റായി ലാഭമാക്കാൻ പറ്റാത്തത് തെറ്റല്ലേ? സാർ, അതാകും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. 12 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 സ്റ്റാഫാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഞാൻ ചോദിച്ചു, കൺസിസ്റ്റൻ്റായി എപ്പോൾ പ്രോഫിറ്റ് ആകും എന്നതിനൊരു പ്ലാൻ ഉണ്ടോ, എന്നെ കാണിക്കാമോ എന്ന് ചോദിച്ചു.
അങ്ങനെയൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ വളരെ ലളിതമായി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനം അങ്ങോട്ട് പൂട്ടിക്കൂടെയെന്ന് ചോദിച്ചു. ഇയാൾ പെട്ടെന്ന് ഇയാളുടെ മുഖം മാറി. ഇയാൾ എന്നോട് ചോദിച്ചു, സാർ ഞാൻ പൈസ ചോദിക്കാൻ വന്നു എന്നതുകൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ 8 കൊല്ലം ആറ്റുനോറ്റ് വളർത്തിയ ഒരു സ്ഥാപനമാണ്, സാർ അതെന്ത് ഈസി ആയിട്ടാണ് പൂട്ടിക്കൂടെയെന്ന് ചോദിച്ചത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എറണാകുളത്ത് ആദ്യത്തെ മോൾ ഓബ്രോൺ മോൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓബ്രോൺ മോൾ കണ്ടിട്ടുണ്ട്. ഓബ്രോൺ മോളിൻ്റെ 2nd ഫ്ലോറിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പുസ്തകശാല ഉണ്ടായിരുന്നു, അതിൻ്റെ പേരറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ ആദ്യം സാർ ടൈം ഔട്ട് എന്നാണ് അതിൻ്റെ പേര്. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകശാലയായിരുന്നു ടൈം ഔട്ട്. ടൈം ഔട്ട് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ടൈം ഔട്ടിന് പകരം ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോറാണ് ഇരിക്കുന്നത്. ടൈം ഔട്ടിന് എന്ത് പറ്റിയിട്ടുണ്ടാകും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പൂട്ടിപ്പോയി. എന്തായിരിക്കും പൂട്ടിപ്പോകാൻ കാരണം? ലാഭം ഉണ്ടായിട്ടുണ്ടാവില്ല പൂട്ടിപ്പോകാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ അർത്ഥം ലാഭമില്ലാത്ത സ്ഥാപനം ടൈം ഔട്ട് പൂട്ടിപ്പോയി എന്നാണ് അല്ലേ? റൈറ്റ്. എൻ്റെ അടുത്ത ചോദ്യം, ഈ ടൈം ഔട്ടിൻ്റെ ഓണർ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞു. ടൈം ഔട്ടിൻ്റെ ഓണറിൻ്റെ പേര് മുകേഷ് അംബാനി എന്നാണ്. അയാൾ ചായ കുടിക്കുന്ന കാശ് മതി ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് പ്രോഫിറ്റബിൾ അല്ലാത്ത സ്ഥാപനം, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനം പൂട്ടണമെന്ന് മുകേഷ് അംബാനിക്ക് തോന്നി. മുകേഷ് അംബാനിക്ക് ഇല്ലാത്ത എന്ത് ദുരഭിമാനമാണ് സുഹൃത്തെ നിനക്ക്. അയാൾ ആ സ്ഥാപനം പൂട്ടി. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു എമോഷണൽ അറ്റാച്ച്മെൻറ്റും അതിൽ ഇല്ല എന്നതാണ്. കാരണം നിങ്ങൾ വേറെ, നിങ്ങളുടെ സ്ഥാപനം വേറെ. ബാലൻസ് ഷീറ്റിൽ നിങ്ങളിട്ട പൈസ ലയബിലിറ്റിയാണ് കിടക്കുന്നത്. എന്താ അത് ലയബിലിറ്റിയിൽ കിടക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, കമ്പനി നിങ്ങൾക്ക് തരേണ്ട പൈസയാണ്, അതുകൊണ്ടാണ് കമ്പനിയുടെ ലയബിലിറ്റിയായി കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ വേറെ, നിങ്ങളുടെ ബിസിനസ് വേറെ, രണ്ടും കൂട്ടിക്കുഴച്ച് ജീവിതം കുളമാക്കുക. പല ബിസിനസ് നമുക്കൊരു ട്രെൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഫുഡ് ബിസിനസ്സാണ് കൂടുതൽ തോന്നിയേക്കണം. അതായത് ഒരിടയ്ക്ക് നമ്മൾ ഫുൾ ജാർ സോഡ ഭയങ്കര ഹിറ്റായിരുന്നു, TV-യിൽ ന്യൂസിൽ വരെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഔട്ടായിപ്പോയി. പിന്നെ ഇപ്പോൾ മോമോസ്, മന്തി, പണ്ടുണ്ടായ അത്ര ഹൈപ്പ് ഇപ്പം ഇല്ല. ഒരു സൈഡിൽ നിന്ന് റെസ്റ്റോറൻറ്റ്സ് വരുന്നു, ഒരു സൈഡിൽ നിന്ന് പൂട്ടുന്നു. അപ്പം നമുക്ക് ഈ സസ്റ്റൈനബിളായിട്ട് ലോങ് ടേമിൽ നിലനിർത്താൻ പറ്റുന്ന ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ലേ, നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ ബിസിനസ്സുകളും ഒരു പ്രോബ്ലത്തിൻ്റെ, ഒരു നീഡിൻ്റെ പൂർത്തീകരണമാണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ എന്താ, അവരുടെ താല്പര്യങ്ങൾ എന്താ എന്നത് മനസ്സിലാക്കി ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറയും. ആളുകൾ ഹോട്ടലിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ആളുകൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന കാലഘട്ടം കഴിഞ്ഞു. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ആപ്പിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ വരും. പിന്നെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകണമെന്നറിയോ? നിങ്ങൾ ഭക്ഷണം കഴിക്കാനല്ല, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പോകുന്നത്. ആ എക്സ്പീരിയൻസ് തരാൻ പറ്റാത്ത സ്ഥാപനത്തിൽ ആളുകൾ വരില്ല. എന്താണ് എക്സ്പീരിയൻസ്? പ്രോഡക്റ്റ് ഫിസിക്കലാണ്. അതായത് നിങ്ങൾ വെക്കുന്ന ബിരിയാണി കാണാൻ കഴിയും, അത് ഫിസിക്കലാണ്. പക്ഷേ നിങ്ങൾ കയറി വരുമ്പോൾ, വരൂ, എന്താ വേണ്ടേ, ഇരിക്കൂ, എന്താ സാർ കഴിച്ചത് എങ്ങനെയുണ്ടായിരുന്നു, ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു എന്നാ വെയിറ്റർ നിങ്ങളോട് പെരുമാറുന്ന പെരുമാറ്റം ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആളുകൾ വരില്ല എന്നതാണ്. ഇത് ഹോട്ടലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥാപനങ്ങളും. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു, ഞാനൊരു സ്ഥാപനം നടത്തുന്നു. ഞാൻ സാംസങ് ഫ്രിഡ്ജ് വിൽക്കുന്നു, നിങ്ങൾ സാംസങ് ഫ്രിഡ്ജ് വിൽക്കുന്നു. പിന്നെ എന്തിന് ആളുകൾ എൻ്റെ കടയിൽ കയറണം എന്ന ചോദ്യത്തിന് ഉത്തരം, നിങ്ങളുടെ കടയിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് എൻ്റെ കടയിൽ കിട്ടുന്നുണ്ട്. കടയിൽ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കും, വരൂ എന്ന് പറയും, ശരിക്കും നമ്മളെ നോക്കി സാർ ഇരിക്കൂ എന്ന് പറയും. ഇത് എമോഷണലാണ്. നമുക്ക് ഇത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോയി, ആ പ്രോഡക്റ്റ് നമ്മൾ മറന്നു പോകും, പക്ഷെ അവിടെ കിട്ടിയ അനുഭവം നമ്മൾ മറക്കില്ല. അനുഭവം എമോഷണലാണ്. ഒരു കസ്റ്റമറുടെ ഹൃദയത്ത് കയറി കൈവയ്ക്കാൻ കഴിയുമെങ്കിൽ ആ ബിസിനസ്സിനെ നമുക്ക് മികച്ച. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ വർഷങ്ങൾ മുന്നിൽ കണ്ടിട്ട് ചെയ്യണം എന്നല്ല പറയാറ്. അപ്പോൾ അടുത്ത 10 വർഷത്തിൽ ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് ബിസിനസ്സുകൾ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം അത്രയും പ്രവചനത്തിൻ്റെ ശേഷി എനിക്കില്ല എന്നതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. ഞാനെപ്പോഴും പറയും, നിങ്ങളൊരു 5 തൊട്ട് 7 കൊല്ലത്തെ ഗോൾ സെറ്റ് ചെയ്യൂ, പക്ഷേ ആ ഗോളിനുള്ള
കംപ്ലീറ്റ് പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾ 7-8 കൊല്ലത്തിനുള്ള ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ ആ ഗോളിനുള്ള ഡീറ്റെയിൽഡ് പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഞാൻ പറയും. എന്താ കാരണം ചോദിച്ചാൽ 3 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ChatGPT 2022 നവംബറിലാണ് വരിക. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൽ അത് ലോകത്തുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ. നമുക്കൊരു 3 കൊല്ലം മുമ്പ് ChatGPT കുറിച്ച് അറിയില്ലായിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ജോലി 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകുന്നു. കാരണം കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഒരാളെ വയ്ക്കേണ്ട കാലം കടന്നുപോയിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ട്രെൻഡുകൾക്കനുസരിച്ച് നമുക്ക് എങ്ങനെ മാറാൻ കഴിയും? അഡോപ്റ്റബിലിറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അംബാസിഡർ കാണാതെ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറിയില്ല എന്നതാണ്. നിങ്ങൾക്ക് എനിക്കത് ബാധകമാണ് കേട്ടോ. കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ, ഞാൻ മാറിയില്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. എല്ലാവരും ഇപ്പോൾ ബിസിനസ് ചെയ്യുക, ഇപ്പോൾ ക്യാപിറ്റൽ ഉണ്ടായിട്ട് വേണമെന്നില്ലല്ലോ പലരും. അപ്പം ചിലരിപ്പോൾ ലോൺ എടുത്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഉള്ള ക്യാപിറ്റൽ വെച്ച് നമ്മൾ കൊക്കിലൊതുങ്ങുന്ന ഒരു ബിസിനസ് കൊത്തുന്നതാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ? ചിലരൊക്കെ പറയുന്നത് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യരുതെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാം, പക്ഷേ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയും. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ബിസിനസ് 5 ലക്ഷം രൂപയുടെ ബിസിനസ്സാണെന്ന് കരുതുക. 5 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ എനിക്ക് നല്ല ലാഭം ഉണ്ടാക്കാമെന്ന് കരുതുക. 4 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങുന്നു എന്ന് കരുതുക, എക്സാമ്പിൾ. അത്രയും വാങ്ങാമോ എന്ന ചോദ്യം പിന്നീട് ചോദിക്കാം. 4 ലക്ഷം രൂപ വാങ്ങുന്നു. ഞാനിതിന് കൊടുക്കുന്ന ആ 4 ലക്ഷം രൂപ ലോണിന് ഞാൻ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് എന്ന് പറയും. അത് 8% കരുതുക, ഉദാഹരണം. 4 ലക്ഷത്തിന് 8% വെച്ച് ഞാൻ കൊടുക്കണം. ഞാൻ ഈ 4 ലക്ഷം ഉപയോഗിച്ച് 20% റിട്ടേൺ ഉണ്ടാക്കുമെങ്കിൽ 8% അവിടെ കൊടുത്താൽ പോരെ? ബാക്കി 12% നാട്ടുകാരുടെ പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലേ? അതിനെയാണ് ലീവറേജ് എന്ന് പറയുന്നത്. സ്വന്തം പൈസ കൊണ്ട് മാത്രമല്ല, നാട്ടുകാരുടെ പൈസ കൊണ്ടും നമുക്ക് ബിസിനസ് ചെയ്യാം. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. അംബാനിക്ക് ലോണില്ലേ? അദാനിക്ക് ലോണില്ലേ? ടാറ്റയ്ക്ക് ലോണില്ലേ? അവരെല്ലാം നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നാട്ടുകാരുടെ പൈസ മേടിക്കുമ്പോൾ ഒടുക്കത്തെ ഡിസിപ്ലിൻ വേണം. സ്വന്തം കാശ് കളഞ്ഞാൽ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തണം. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് കടം മേടിച്ച് ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പോൾ കടം മേടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡിസിപ്ലിൻ ആവശ്യത്തിന് കടം മേടിച്ച് ലീവറേജ് റേഷ്യോ എന്ന് പറഞ്ഞൊരു റേഷ്യോ പറയും. ലീവറേജിൻ്റെ റേഷ്യോയ്ക്ക് വേറൊരു പേര് റിസ്ക് റേഷ്യോ എന്നാണ്. അത് കൂടിയാലും കുഴപ്പമാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ലോൺ എടുത്താലും കുഴപ്പമില്ല, അല്ലേ? തെറ്റില്ല. പറഞ്ഞ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. അതെ. പണ്ടത്തെ ഒരു മാർക്കറ്റിംഗ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം TV-യിൽ ഒരുപാട് ആഡ്സ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആളുകൾ TV കാണുന്നത് വളരെ കുറവാണല്ലോ. ഇപ്പോൾ റിയാലിറ്റി ഷോയും സീരിയൽസും ആണ് ആളുകൾ കൂടുതൽ കാണുന്നത്, കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വ്ളോഗർ മാർക്കറ്റിംഗ് നന്നായിട്ട് കയറി വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്ലെക്സ് ബോർഡ്സ്, പണ്ട് ഇത്രയും ബോർഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് സാർ? പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലുതാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാഗസിനിൽ പരസ്യം കൊടുക്കുക, TV-യിൽ പരസ്യം കൊടുക്കുക, ആ കാലഘട്ടമെല്ലാം കടന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് ഹാപ്പി ഫ്രെയിംസ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഞാൻ വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും മികച്ച കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നിങ്ങൾ വളരെ മനോഹരമായി ഉപയോഗിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ഓഡിയൻസിന്, ബിസിനസ് ചെയ്യുന്ന ഓഡിയൻസിന് ഈ വർത്തമാനത്തിലൂടെ ഒരു വാല്യൂ അഡിഷൻ കിട്ടുകയും ചെയ്തു. സെയിം ടൈം അവർ ഇത് പലർക്കും ഷെയർ ചെയ്യുന്നതിലൂടെ ഇത് വളരുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു വരുമാനം യൂട്യൂബ് പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും ബെനിഫിറ്റാണ്. ഒന്നിത് നടത്തുന്ന ആൾക്ക് ബെനിഫിറ്റാണ്, ഇതിൽ വന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റാണ്,
അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നന്നായി ചെയ്യുന്നതാണ് ബുദ്ധിപരമായ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്താണ് നമ്മൾ എത്തുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൃത്യമായ ഡേറ്റ കിട്ടും. ഇപ്പം ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിന് പോയെന്ന് കരുതിക്കോളൂ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ആങ്കറോട് ചോദിക്കുകയാണ്, ഒരാഴ്ച കഴിയുമ്പോൾ ആ ചാനൽ നിങ്ങൾ ചെയ്തപ്പോൾ എത്ര പേര് കണ്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പാടില്ല. ശരി, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് കരുതിക്കോളൂ, നമ്മുടെ ഈ വീഡിയോ എത്ര പേര് കണ്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി എനിക്ക് ഡേറ്റ തരും. ഡേറ്റ വെച്ചിട്ടല്ലേ ഡിസിഷൻ എടുക്കുക. അടുത്ത തവണ ഹാപ്പി ഫ്രെയിംസിൽ വരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ ഡേറ്റ വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്താലും ഡാറ്റേനെ അടിസ്ഥാനമാക്കി വേണം ചെയ്യാൻ അല്ലേ? എന്ത് തീരുമാനങ്ങളും ഡേറ്റേനെ അടിസ്ഥാനപ്പെടുത്തിയേ. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ബിസിനസ് എടുക്കാം, വീട്ടിൽ ഭാര്യയും ഭർത്താവായി തമ്മിൽ എടുക്കാം. അല്ലാത്ത തീരുമാനങ്ങളെല്ലാം ഡേറ്റ വെച്ചിട്ടേ എടുക്കാവൂ. കാരണം ഡേറ്റയ്ക്ക് വികാരമില്ല. 4 3 കുട്ടികൾ എത്രയാണ്? 7. സന്തോഷത്തിലിരുന്നാലും സങ്കടത്തിലിരുന്നാലും പ്രണയം പരാജയപ്പെട്ടിരുന്നാലും 4 3 കുട്ടികൾ 7. ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പം ക്ലോത്തിങ് ബ്രാൻഡാണെങ്കിൽ അത്യാവശ്യം ബ്രാൻഡെല്ലാം ആയി. ഇപ്പം ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ ആയി. ഇപ്പോൾ ഏത് കാറ്റഗറി എടുത്താലും ഇപ്പോൾ ഓൺലൈൻ ആയാലും അല്ലാത്ത പ്രസൻ്റ് ആയിട്ടുള്ളതും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഈ ഉള്ള കാറ്റഗറി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പുതുതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് ചെയ്യുന്നതാണോ നല്ലത്? മാർക്കറ്റിൽ എപ്പോഴും ഒരു സ്പേസ് ഒഴിഞ്ഞു കിടപ്പുണ്ടാവും. ആ സ്പേസ് ഏതാണെന്ന് നോക്കി ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പൂർത്തീകരിക്കപ്പെടാത്ത അൺമെറ്റ് നീഡ്സ് എന്ന് പറയും. പൂർത്തീകരിക്കപ്പെടാത്ത ഒരു ആവശ്യം എപ്പോഴും മാർക്കറ്റിലുണ്ടാകും. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. ചുമ്മാ എൻ്റെ അപ്പുറത്തെ ഒരാൾ പലചരക്കട തുടങ്ങി ഉടനെ ഞാനും പലചരക്കട തുടങ്ങി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. പകരം ഇത് മാർക്കറ്റിൽ ആവശ്യമുണ്ടോ? 1. 2, അത് ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടോ, നമുക്കതിനുള്ള റിസോഴ്സസ് ഉണ്ടോ? ഇങ്ങനെ 2 കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ 2 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. അങ്ങനെ ഒരു നന്നായി പ്ലാൻ ചെയ്ത് പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക്, മാർക്കറ്റൊക്കെ പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ് ബുദ്ധിമുട്ടല്ല, സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം എന്നുള്ളത്. ഇപ്പം വേറെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എപ്പോഴും സിംഗിൾ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ, എന്നാലും നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ സാർ ഇതിൽ രണ്ടിൽ ഏതാണ് അനുകൂലിക്കുന്നത്? ഞാൻ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, 31 കൊല്ലമായി. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും, ഞാൻ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ കേട്ടോ, നന്നായിട്ട് എൻ്റെ കരിയറിൽ ഞാൻ കുറച്ച് ഉയർന്നു വന്നു. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, വേറൊരു ജോലി എനിക്ക് അറിയാൻ പാടില്ല എന്നതാണ്. എനിക്ക് ആകെ അറിയാവുന്ന ഏക ജോലി ട്രെയിനിങ് എന്നതാണ്. അതിൻ്റെ ഉത്തരം, നിങ്ങൾ ഏതൊന്നിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേ നിങ്ങൾ വളരൂ എന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. എങ്ങനെയാ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുമല്ലോ. ഈ ഇൻകത്തിനെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യാം. അതിൽ തെറ്റല്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ഉയർന്നു പോകാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് നോക്കാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ എനിക്ക് ട്രെയിനിങ്ങിൽ മാത്രമല്ല, വേല പല കാര്യങ്ങളിൽ നിന്നും വരുമാനമുണ്ട്. അത് കാരണം ഈ വരുമാനത്തിനെ നമ്മൾ വളരെ നന്നായി പ്ലാൻഡ് ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയതുകൊണ്ടാണ്. സാർ ഇപ്പോൾ പല സ്ഥലത്തുള്ളൊരു ഇതാണ്, അതായത് പേരൻസ് നല്ല വെൽ സെറ്റിൽഡ് ആണ്, അവർ നല്ലതായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നു, വർഷങ്ങളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. പക്ഷേ മക്കൾക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക? ആ ബിസിനസ് എന്തായാലും ഒരു ഹാൻഡ് ഓവർ സംഭവം നടത്തണമല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓൺ ദ അതർ ഹാൻഡ് നോക്കുകയാണെങ്കിൽ ഒരു പേരൻസ് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ടുള്ളൊരു ഗ്രോത്ത് ഇല്ല, ഒന്ന് സ്റ്റേബിളായിട്ട് പോകുന്നു എന്നല്ലാതെ. അപ്പോൾ ആ ഒരു കേസിൽ മക്കൾ ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നതാണോ അല്ലെങ്കിൽ മക്കൾ വേറൊരു ഡിഫറെൻറ്റ് സെക്ടറിലേക്ക് പോകുന്നതാണോ നല്ലത്? നിങ്ങൾ ചോദിച്ച 2 ചോദ്യങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് മകൻ ബിസിനസ് ഏറ്റെടുക്കാത്തത്? അവനറിയാം, കഴിഞ്ഞ 20 കൊല്ലമായി എൻ്റെ അച്ഛൻ അനുഭവിക്കുന്ന ദുരിതം ഞാനും കൂടി അനുഭവിക്കണോ എന്നതുകൊണ്ടാണ്. കാരണം പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് പോകും, രാത്രി വീട്ടിൽ വരും, എന്നും ടെൻഷനാണ്, ഭാര്യയോട് വഴക്കിടും. നിനക്കറിയോടി അവിടുത്തെ പ്രശ്നം എന്താ നിനക്കറിയോ? ഞാൻ ശമ്പളം കൊടുക്കാൻ എത്ര കഷ്ടപ്പെടുന്നത് നിനക്കറിയോ എന്ന് 15 കൊല്ലമായി ബിസിനസ് നടത്തിയ ആൾ തൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് ഇവൻ കണ്ടാ വളർന്നത്.
ബിസിനസ് എന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷെ ഇയാളുടെ ജീവിതം കുളമായി. ഇത് കണ്ട മകൻ ഈ കുരിശ് ഏറ്റെടുക്കാൻ വരൂ? ഇല്ല. എന്നാൽ മറിച്ചാലോചിക്കും. വി ഗാർഡ് എന്ന് പറയുന്ന സ്ഥാപനം മിഥുൻ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന കൊച്ചി ഔസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ രണ്ടാമത്തെ മകനെ ഏൽപ്പിച്ചപ്പോൾ മിഥുൻ ചിറ്റിലപ്പള്ളി പറഞ്ഞോ എനിക്കിത് വേണ്ടെന്ന്? ഇല്ല. എന്തുകൊണ്ടാ? അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക്കായി പോകുന്ന മനോഹരമായ ഒരു സ്ഥാപനത്തിനെയാണ് ഏൽപ്പിച്ചത്, അല്ലാണ്ട് ഈ തലവേദനയുള്ളൊരു സാധനത്തിനെയല്ല. അപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം ആ ബിസിനസ്സിനെ മനോഹരമാക്കണം. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായ ഒരു മികച്ച സ്ഥാപനമാണെങ്കിൽ മക്കൾ പൊന്നുപോലെ ഏറ്റെടുക്കും. മലയാള മനോരമയുടെ ചാനൽ ഏറ്റെടുക്കില്ല എന്ന് അവരുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ബിസിനസ്സാണ്. മറ്റത് ഈ ഓട്ടം രാവിലെ ഇറങ്ങി രാത്രി വരെ ഈ ഓട്ടം എന്തെങ്കിലും സുഖമില്ലാണ്ട് കിടന്ന ആ മാസത്തെ വരുമാനം പോയി. അത് ബിസിനസ് അല്ല. ഒരു ഓണർ, ബിസിനസ് ഓണർ, ഇപ്പം CEO തന്നെ ആണെന്നില്ല, ഇപ്പം ചെറുകിട സ്ഥാപനങ്ങളൊന്നും CEO ഒന്നും ഇല്ലല്ലോ. ഒരു ഓണറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മളിപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഓണർ സ്റ്റാഫിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ഇപ്പം പല രീതിയിൽ ചിലത് കേട്ടിട്ടുണ്ട്, എപ്പോഴും ഗ്യാപ്പ് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവർ നമ്മളൊരു കാര്യം കമാൻഡ് ചെയ്ത് അത് കേൾക്കില്ല എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു ഓണർ സ്റ്റാഫിനോട് ബിഹേവ് ചെയ്യേണ്ടത്? ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഇത്ര സിമ്പിൾ ആവരുത്, ആളുകളായിട്ട് ഇത്ര ഇടപഴകരുത്, നിങ്ങളുടെ വാല്യൂ പോകും എന്നൊക്കെ പറയും. എനിക്കതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം നിങ്ങളായിട്ട് അടുക്കുമ്പോൾ എൻ്റെ വാല്യൂ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നാണ് അർത്ഥം. നിങ്ങളായിട്ട് ഞാൻ അടുക്കുമ്പോൾ എന്നോട് നിങ്ങൾക്ക് വാല്യൂ കൂടുകയും ബഹുമാനം കൂടുകയാണ് ചെയ്യേണ്ടത്, ഞാൻ നല്ലതാണെങ്കിൽ. അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ സമീപനം പോലെ ഇരിക്കും. ഞാൻ എൻ്റെ സ്റ്റാഫായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്, അങ്ങനെ ബോസ് കളിയൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ സ്റ്റാഫിനോട് ആര് ചോദിച്ചാലും പറയും. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് പറയേണ്ട പോലെ പറയും, സ്ട്രിക്റ്റ് ആയിട്ട് പറയും, അസർട്ടീവായിട്ട് പറയും, അഗ്രസീവായിട്ട് അസർട്ടീവായിട്ട് പറയും. ഇത് ചെയ്യേണ്ട കാര്യം ചെയ്യണമെന്ന് പറയും. അതിപ്പോൾ അത് ആരോടും പറയും, അങ്ങനെ പറയാവൂ. ഇപ്പം നിങ്ങളൊരു കാര്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് തന്നെ പറയണം. അല്ലാണ്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. അപ്പോൾ അത് ഒരു വളരെ കാര്യമാണ്. പിന്നെ ഒരു എൻ്റർപ്രനറിന് വേണ്ട ക്വാളിറ്റി എന്നോട് ചോദിച്ചാൽ 2 കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ്. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഇല്ലാത്തൊരു സാധനമാണ് തീരുമാനമെടുക്കാൻ അറിഞ്ഞുകൂടാ. ഒരു തീരുമാനം ലൈഫിനെ കുറിച്ച്, കല്യാണത്തിനെ കുറിച്ച്, തൊഴിലിനെ കുറിച്ച്, ഈ ജീവനക്കാരനെ കുറിച്ച്, ഞാൻ ഇന്ന കാര്യം ചെയ്യണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച്. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവർ ജീവിതത്തിൽ വിജയിക്കില്ല. 2, എക്സിക്യൂഷൻ. പലരും തീരുമാനമെടുക്കും, നടപ്പാക്കില്ല. ഉദാഹരണം, നാളെ തൊട്ട് എക്സസൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു, പക്ഷെ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എല്ലാ ഡിസംബർ 31 പ്രതിജ്ഞ എടുക്കും, കള്ളൂടി നിർത്തി, പക്ഷെ നിർത്തിയിട്ടില്ല എന്ന് വരെ. അപ്പൊ എക്സിക്യൂഷൻ, നടപ്പാക്കാൻ കഴിയുന്നില്ല. തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ഓൺട്രപ്രണർ ആവാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ ബിസിനസ് ചെയ്യുമ്പം ഒരു ബിസിനസ് ചെയ്യും, അത് പൊട്ടും, പിന്നെ അടുത്തത് ചെയ്യും, അതും പൊട്ടും. അങ്ങനെ പോണത് ഈ 2 ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഡിസിഷൻ മേക്കിംഗ് ഈ 2 മാത്രമാവണമെന്നില്ല, പല കാരണങ്ങളാവാം. ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ ആ ബിസിനസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എപ്പോഴും ഭൂതകാലത്തിനെ വിട്ടുകളയണം, പക്ഷെ ഭൂതകാലം പഠിക്കണം. കാരണം ഭൂതകാലത്തിൽ പറ്റുന്ന അബദ്ധങ്ങൾ നമുക്ക് ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ സഹായകരമാവുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ പഠിച്ച് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇന്റർനെറ്റിൽ കയറിയിട്ട് പരാജയപ്പെട്ട ബിസിനസ്സുകളെ കുറിച്ചൊന്ന് അന്വേഷിക്കൂ. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അത്തരം കമ്പനികളെ കുറിച്ചുള്ള ഒരുപാട് ഡേറ്റ കിട്ടും നിങ്ങൾക്ക്. എന്നാൽ ഇന്ത്യയിൽ പരാജയപ്പെട്ട കമ്പനികളെ കുറിച്ചുള്ള ഡേറ്റ കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം, അറ്റ്ലസ് എന്ന് പറയുന്ന ജ്വല്ലറി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. ഇന്നും അതിൻ്റെ കാരണം കൃത്യമായി നടത്തിയ ഒരു കേസ് സ്റ്റഡി നമുക്ക് അവൈലബിൾ അല്ല. എറണാകുളത്ത് പൂട്ടിപ്പോയ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് പൂട്ടിപ്പോയി എന്ന് ഇപ്പോഴും ഒരു പഠനം നടത്തപ്പെട്ടിട്ടില്ല. കാരണം നമുക്ക് പരാജയങ്ങളെ നാണംകേടായിട്ടാണ് കാണുക. പരാജയപ്പെടുന്നത്, സത്യം പറഞ്ഞാൽ പരാജയങ്ങളെ പഠിക്കാതിരിക്കുന്നത് സാമൂഹ്യ ദ്രോഹമല്ലേ? ഒരു കമ്പനി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പഠിച്ച് ഈ സമൂഹത്തിനെ അറിയിക്കണ്ടേ? അപ്പോഴല്ലേ ഭാവിയിലുള്ളവർക്ക് അതിന്. എന്നാൽ ഇത് പുറരാജ്യങ്ങളിൽ നടക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചറില്ല. കാരണം നമുക്ക് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനക്കേടാണ്. വീട്ടിൽ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? 10ാം ക്ലാസ് തോറ്റോ, എൻ്റെ അമ്മ
എന്നാണ് പറയുക. തോൽവീനെ വലിയൊരു 10ാം ക്ലാസ് തോറ്റു എന്നാ പറയണ്ടേ, ഞാൻ തോറ്റു എന്നല്ല പറയണ്ടേ. ഞാനൊരു പ്രസംഗം നടത്തിയാൽ എൻ്റെ പ്രസംഗം പരാജയപ്പെട്ടു എന്ന് പറയണ്ടേ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യമാണ് പ്രസംഗം, അതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്. പല ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ഇപ്പം ബ്രാഹ്മിൻസ് ഫോർ എക്സാമ്പിൾ എടുക്കാം. ബ്രാഹ്മിൻസ് ഒരു ബ്രാൻഡാക്കി എന്നിട്ട് ആ ബ്രാൻഡ് വിറ്റു. അങ്ങനെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് വിൽക്കണേൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട്? ഏത് ബിസിനസ്സും വിൽക്കാനുള്ളതാണ്. ഇനി ഒരു കാര്യം, വിൽക്കണമെങ്കിൽ മേടിക്കാൻ ആളുണ്ടാവണം. നിങ്ങളുടെ ബിസിനസ് മേടിക്കാൻ ആളുണ്ടാവണമെങ്കിൽ ആ ബിസിനസ് ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഐഫോൺ വിൽക്കാൻ വെച്ചാൽ മേടിക്കും, എന്താ കാരണം? അത് പ്രോഡക്റ്റാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കും. അതായത് ഇന്ന സ്വിച്ച് നിൽക്കിയാൽ സൗണ്ട് കുറയും, ഇന്ന സ്വിച്ച് വിളിച്ചാൽ സൗണ്ട് കൂടും, എല്ലാം പ്രിഡിക്റ്റബിൾ ആണ്, സിസ്റ്റം ഡ്രിവൻ ആണ് ആ പ്രോഡക്റ്റ്. അതുകൊണ്ട് ആളുകൾ മേടിക്കും. നിങ്ങളുടെ ബിസിനസ് വിൽക്കാൻ വെച്ച ആൾ മേടിക്കില്ല. 1. 2, ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ വില പറയേണ്ടത് വാങ്ങുന്നവനാണോ വിൽക്കുന്നവനാണോ? വാങ്ങുന്നവൻ വില പറഞ്ഞാൽ പ്രോഡക്റ്റ് ശരിയല്ലെന്ന് അർത്ഥം. നിങ്ങളെന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ ഞാനൊരു ഫീ പറയാണ്, നിങ്ങളല്ല അത്രയും തരാൻ പറ്റില്ല, ഞാൻ ഇത്രയും തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിന് വിലയില്ല എന്നാണ് അർത്ഥം. വിൽക്കുന്നവൻ വില പറയുകയും ആ വിലയ്ക്ക് മേടിക്കാൻ ആളുണ്ടാവുകയും ചെയ്താൽ അതാണ് ഏറ്റവും മികച്ച പ്രോഡക്റ്റ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വിൽക്കാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് മേടിക്കാൻ ആളുണ്ടെങ്കിൽ അത് മികച്ച ബിസിനസ്സാണ്. +2 കഴിഞ്ഞിട്ട് ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരികയാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നടക്കുന്ന വെച്ചാൽ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് കോളേജിൻ്റെ ക്യാമ്പസ് നോക്കി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോകുന്നിടത്ത് പോകുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് കരിയർ ചൂസ് ചെയ്യേണ്ടത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഞാൻ അബുദാബി പോയിട്ടുണ്ട്. ഈന്തപ്പഴം അവിടെ മുളച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഈന്തപ്പഴത്തിൻ്റെ സീഡ് കൊണ്ടുവന്നിട്ട് എൻ്റെ ജന്മസ്ഥലം കാലടിയ വളക്കൂറുള്ള മണ്ണാണ്, അവിടെ ഇട്ടു. പക്ഷേ ഈന്തപ്പഴം മുളച്ചില്ല, അത് മരം വന്നില്ല. ഇനി കാലടിയിൽ മുളയ്ക്കുന്ന ജാതിക്ക കൊണ്ടുപോയി അബുദാബിയിലിട്ടു, അത് മുളച്ചില്ല. അത് പഠിപ്പിക്കുന്ന പാഠം, ഓരോ വിത്തുകൾക്കും ഒരു വീഴാൻ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വീണാലേ വിത്ത് വൃക്ഷമാകൂ. മനുഷ്യനും ബാധകമാണ്. ഈ വിത്ത് വീണ സ്ഥലത്ത് ആ വിത്ത് വീണാൽ വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നമ്മുടെ സാധനം ഏതാണ് എന്ന് കണ്ടെത്തലാണ് ജീവിതം. എൻ്റെ കരിയർ എന്താണ്, എനിക്ക് അനുയോജ്യമായൊരു മേഖല എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വൃക്ഷമാവില്ല. 1. 2, ആ ജോലി നിങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പോൾ സാർ ഇപ്പം 31 വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പല ആളുകളെ കണ്ടിട്ടുണ്ട്, പല ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താണ്? ഒരു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഒരു 3 അഡ്വൈസ് പറയാൻ പറഞ്ഞാൽ സാർ ഏതായിരിക്കും? അങ്ങനെ അഡ്വൈസ് എൻ്റെ കയ്യിലില്ല. അഡ്വൈസ് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുക. എന്താ കാരണം ചോദിച്ചാൽ, അഡ്വൈസ് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്ത ഏറ്റവും വലിയ കാര്യം എന്താ? ഉപദേശമാണ്. ഉപദേശം എൻ്റെയാണ്, നിങ്ങളുടെ അല്ല. പകരം സജഷൻ പറയാം. ഉപദേശം വേറെ, സജഷൻ വേറെ. സജഷൻ എന്ന് പറയുന്നത് എൻ്റെ ആശയമാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ്. എന്നോട് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്മാരാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു അത്ഭുതമില്ല. ഈ അത്ഭുതം അങ്ങനെ ആവാൻ കാരണം അനന്തമായ സാധ്യതയാണ്. ഈ സാധ്യതയെ തിരിച്ചറിയാതെ മരിക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ പാപം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വൃക്ഷത്തിനെ നിങ്ങൾ കണ്ടെത്താതെ വിത്തായി തന്നെ മരിക്കുന്നത് പാപമാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ശില്പത്തിനെ കണ്ടെത്താതെ നിങ്ങൾ മരിക്കുന്നത് പാപമാണ്. ഞാൻ ട്രെയിനിങ് ഫീൽഡിലും നിങ്ങൾ ആങ്കറായിരിക്കുന്നതും പല ആളുകൾ പല ജോലി ചെയ്യുന്നതും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധ്യതയെ കണ്ടെത്താനാണ്. ഈ സാധ്യതയെ കണ്ടെത്തിയാൽ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകും, മറ്റുള്ളവർക്ക് ഗുണകരമാകും. അതാണ് ജീവിതമെന്ന് ഞാൻ കരുതുന്നു. സാർ, അപ്പം ഞാൻ പണ്ട് തൊട്ടേ സാറിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒപ്പം ഇങ്ങനൊരു വേദി അല്ലെങ്കിൽ മുഖാഭിമുഖം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും സാറിന് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകരാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. സന്തോഷം. ഇങ്ങനൊരു പരിപാടിക്ക് നിങ്ങൾ വിളിച്ചതിനും. പാർവതിയാണ് ഇതിൻ്റെ ആളെന്നറിഞ്ഞപ്പോൾ ആ താല്പര്യം കൊണ്ടുകൂടി വന്നതാണ്. കാരണം വളരെ മനോഹരമായി ആങ്കറിങ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എന്നെ വിളിച്ചതിനും ഇത്രയും നേരം സംസാരിച്ചതിനും താങ്ക് യു സോ മച്ച്.